പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടി ഈ പുഴവക്കത്തുനിന്ന് വരുന്നവരാ. പുഴവക്കത്തുള്ള വീട്. അപ്പം അതിനപ്പുറം കാടാണ്. അവൾ അച്ചായത്തിയാണ്, നല്ല ക്യാഷ് ടീമാണ്. അപ്പോൾ ഇവൾക്ക് വയറിന് സുഖമില്ലാണ്ടായി. അപ്പോൾ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറിനൊക്കെ വയറിന് സുഖമില്ല, അപ്പോൾ അവളെ വീട്ടിൽ ആര് കൊണ്ടാക്കും എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ രണ്ടാൾ പറഞ്ഞു ഞങ്ങൾ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാൾ കൊണ്ടാക്കി. പോവാൻ നടക്കുന്നതോറും അവളെ വേദനയൊക്കെ കുറഞ്ഞു. അങ്ങെത്തിയപ്പോൾ പറഞ്ഞു വെള്ളമൊക്കെ കണ്ടപ്പോൾ നമുക്ക് കയറണമെന്നായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എൻ്റെ കൂട്ടത്തിലാരാ? കൂട്ടത്തിലുള്ള ആളെ ഓർമ്മയുണ്ട്, പേരിനി പറയുന്നില്ല ഇനി. അപ്പോൾ അവളും പറഞ്ഞു, നമുക്ക് വെള്ളമൊക്കെ കിടക്കുന്നുണ്ടാ പോവാനായിട്ട് അപ്പുറത്തേക്ക്, ഈ കായൽ വേണം, പുഴയ്ക്കപ്പുറം പോകാനായിട്ട് വെള്ളമൊക്കെ കിടപ്പുണ്ട്. അപ്പം ഞങ്ങൾ വെള്ളത്തിൽ കയറി അങ്ങ് അപ്പുറത്ത് പോയി അവിടെയൊക്കെ പോയി കണ്ടു. ഭയങ്കര ഇതായി. തിരിച്ചു വരുമ്പോൾ നമ്മളെ നാട്ടിലുള്ള ഒരാൾ കണ്ടു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താന്ന് ചോദിച്ചു ഇവിടെ. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഇവളെ കൊണ്ടാക്കാൻ വന്നതാണ്, എന്നിട്ട് പുഴയ്ക്കപ്പുറം വന്നതാണെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, നിമിഷ നേരം കൊണ്ട് വീട്ടിലിറങ്ങിയിട്ട് എത്ര ദിവസം വീട്ടുകാരും മിണ്ടിയില്ല എന്നറിയോ. ആ സമയത്തൊക്കെ നമ്മളെന്തോ ആരെയോ കൊലപാതകം ചെയ്ത പോലെയായിരുന്നു. ഭയങ്കരമായിട്ട് വല്ലാണ്ട് വിഷമിച്ചിട്ടാ. അവരാരും മിണ്ടാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് എന്തൊക്കെയോ പറയുന്നു. പുഴയെ കയറിയോണ്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൾ അച്ഛനും അമ്മയ്ക്ക് സമാധാനം നമ്മളല്ലേ പറയട്ടെ. ശരി, ആലോചിച്ചാൽ ശരിയാ. പക്ഷേങ്കിൽ നമ്മുടെ ആഗ്രഹം തീർന്നല്ലോ. നമുക്ക് വെള്ളത്തിൽ കയറാൻ പറ്റി, പുഴയ്ക്കപ്പുറം പോകാൻ പറ്റി. അത് ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെ പോകാനും പിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇപ്പോഴും അതെ. ഇവിടെ ചെറുപുഴ എന്നൊരു സ്ഥലമുണ്ട്. അതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. വെള്ളത്തിൽ പോയിട്ടുണ്ട്, ബോട്ടാണോ വെള്ളം പോലെ ആ ഒരു സാധനം. അതിൽ ഞാനെടുത്ത് ചാടിയിട്ടൊക്കെ ഉണ്ട്. എനിക്കിങ്ങനെ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം. കാരണം നമ്മൾ പിന്നെ ചത്താൽ ജീവൻ തിരിച്ച് കിട്ടരുത് എന്ത് ചെയ്താലും. അത് പണ്ടേയുള്ള എൻ്റെ ടെൻഡൻസി ആയിരിക്കണമെന്ന് തോന്നുന്നു. സാഹസികമായ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. വണ്ടി ഹൈ സ്പീഡിൽ ഓടിക്കുക, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നോ നമ്മൾ ഒരു പേരെന്താ, പോലീസുകാരും കാണില്ലല്ലോ. ഇതൊന്നും ആരോടും പറയരുതിട്ടാ. ഞാൻ ഹൈ സ്പീഡിലൊന്നും അല്ല, ലോ സ്പീഡിൽ ഇപ്പോൾ ഓടിക്കാറുള്ളൂട്ടാ. ഹൈ സ്പീഡിലൊന്നുമില്ല. എൻ്റെ പേരോടെ മാച്ചിയൊക്കെ. അപ്പോൾ എനിക്കുള്ള പണിയെപ്പോൾ വരുമോ എനിക്കറിയില്ല. ഞാൻ തന്നെ ആയിരുന്നു അങ്ങനെയൊന്നും അറിയാറില്ലേ. പിന്നെ അങ്ങനെ ഭയങ്കരമായ നിമിഷങ്ങളായിരുന്നു. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ കാന്താരി മുളക്, ഉപ്പ്, പുളി ഇതൊക്കെ കൊണ്ടുപോയി തിന്നുന്ന ഒരു ഹോബി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോഴായിരിക്കും വീട്ടുകാർ അറിയുന്നത്. പിന്നെ എന്നെക്കൊണ്ട് ആർക്കും ഒരു ശല്യമൊന്നുമില്ലായിരുന്നു. പിന്നെ പഠിക്കുന്ന ടൈമിൽ എൻ്റെ ബർത്ത്ഡേ ഒരിക്കൽ പോലും ആഘോഷിച്ചിട്ടില്ല. ആർക്കും ഞാനൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാനെന്താക്കി, പിന്നെ കുറേ ലഡു വാങ്ങി വെച്ചു. ആരും കാണാണ്ട് ഒളിപ്പിച്ച് വെച്ചു. ബർത്ത്ഡേക്ക് കൊടുക്കണമല്ലോ. എണ്ണി പറക്കി വെച്ചു വിട്ടാ. നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ ഉള്ള എലിയെല്ലാം തിന്നു തീർത്തത്. അപ്പോൾ ചേച്ചിയൊക്കെ പറഞ്ഞു, നീ തരാണ്ട് ഒളിപ്പിച്ച് വെച്ച് ഇതാക്കിയതല്ലേ എന്ന് പറയാം. എനിക്കെന്തോ അത് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം അത്രയും ലഡു വീട്ടിൽ തിന്നാവുന്നേ അത്രയും ജനങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ട്. ഞാനെൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാമല്ലോ. എല്ലാവരും ബർത്ത്ഡേക്ക് ഇതും കൊണ്ടുവരുന്നത്. ഞാനൊരിക്കൽ പോലും അങ്ങനെയൊന്നും കൊണ്ടുപോയി കൊടുത്തിട്ടില്ല. ആദ്യമായിട്ടെങ്കിലും അങ്ങനെ കൊണ്ടുകൊടുക്കാൻ വലിയ ആളാവാന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവച്ചത്. അത് പണ്ടാരയിൽ നിന്ന് നശിപ്പിക്കുകയും ചെയ്തു. ഇപ്പോഴും ഞാൻ ആഘോഷിക്കുകയൊന്നുമില്ല കേട്ടോ. ബർത്ത്ഡേ മണ്ണാങ്കട്ടെ. ഇപ്പോൾ അക്കാഡമി പോയതിന് ശേഷം എല്ലാവർക്കും ചോക്ലേറ്റ്, അവർക്ക് ആ ഒരു ഡേറ്റ് അറിയാമല്ലോ. അതുകൊണ്ട് ചോക്ലേറ്റ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ചോക്ലേറ്റ് കൊടുക്കുന്നതേ ഉള്ളൂ. അല്ലാണ്ട് വലിയ
ചുമ്മാ വെറുതെ പൈസ കളയാനായിട്ട്. അങ്ങനെയൊന്നും ഓരോരുത്തർ ഭയങ്കര കേക്ക് മുറിക്കലും ആന കുതിര, ഞാനങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഒന്നാമത് ഞാൻ ചെറിയൊരു അർക്കീസും കൂടിയാണ്. ചെറുതായിട്ടല്ല, നല്ലോണം അർക്കീസാണ്. അങ്ങനെ വെറുതെ ചുമ്മാ പൈസ കളയില്ല. ഹോട്ടലിൽ പോയി തിന്നുക, എന്നെ കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും. ഇവൾ ഹോട്ടലിൽ പോവും, സിനിമ കാണും, കറങ്ങി നടക്കും, ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും അല്ല. സിനിമ കാണാൻ പോവില്ല. തിയേറ്ററിലൊക്കെ ഒരു സിനിമ കണ്ടതാണ്, ഞാൻ ടി വി കാണും. പിന്നെ ഫുഡ് 100 രൂപയ്ക്ക് പൊറോട്ടയും ബീഫും കിട്ടുന്ന കട നമ്മുടെ അക്കാഡമീൻ്റെ അടുത്തുണ്ട്, ഞാൻ അവിടെ പോയി കഴിക്കും. പിന്നെ എപ്പോഴെങ്കിലും KFC പോലെ, അതും റേറ്റ് കുറച്ച്, KFCക്ക് ഓഫർ ഉണ്ടല്ലോ ആ സമയത്ത് വാങ്ങി കഴിക്കും. റേറ്റ് കുറഞ്ഞ് വരുമ്പം കഴിക്കും, വാങ്ങും. ഒരു കൊതിക്ക് വേണ്ടി കഴിക്കുന്നതേ ഉള്ളൂ കേട്ടോ, ഒരാഗ്രഹം, ആ സമയത്ത് കഴിക്കും. പിന്നെ ഇപ്പോഴാണ്, ഈ ഒരു കൊല്ലമായിട്ടാണ് ഒരു കൊല്ലമായിട്ടില്ല, ഒരു 6 മാസമായിട്ടാണ് ഞാൻ ആ കോക്ടെയിലില്ലേ അത് വീക്കിലി ഒന്ന് വാങ്ങി കഴിക്കും. കോക്ടെയിൽ അറിയോ? നമ്മുടെ കണ്ണൂരുകാരുടെ ഒരു ജ്യൂസാണത്. ജ്യൂസെന്ന് വെച്ചാൽ അതിനകത്ത് എന്താണ് അവർ അടിച്ചിടുന്നതെന്ന് അറിയില്ല. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പഴമാണോ, പിന്നെ നട്ട്സ് കുറേ ഉണ്ട് അതിനകത്ത്, ഐസ്ക്രീം അല്ല, എന്തൊക്കെയോ ആഡ് ചെയ്തിട്ട് നല്ല കൊഴുത്ത് വരും. എന്താണ് അതിൽ മിക്സ് ചെയ്തേക്കണവർ അറിയില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കോക്ടെയിൽ. അതൊന്ന് നമ്മൾ സ്പൂൺ കൊണ്ട് കോരി കുടിക്കാം. അല്ലാണ്ട് നമുക്ക് അല്ലാണ്ട് വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കാം. വെള്ളം പോലെ അല്ലേ, ഇത് ഇച്ചിരി കട്ടിക്കാണുള്ളത് കേട്ടോ. മറ്റേ കോക്ടെയിലല്ല, എന്താ ഉദ്ദേശിക്കുന്നത്, ബിയർ അതല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇത് ജ്യൂസും അല്ല, ജ്യൂസിന് ഇതില്ലല്ലോ, കട്ടിയില്ലല്ലോ, ഇത് ജ്യൂസില്ലാത്ത. ഇപ്പോഴാണ് ഞാൻ അങ്ങനെയും വീക്കിലി ഇല്ലെങ്കിൽ 2 വീക്സ് കൂടുമ്പോഴെങ്കിലും ഞാനൊന്ന് കഴിക്കലുണ്ട്. നല്ല ടേസ്റ്റാട്ടോ. നിങ്ങൾ കണ്ണൂർ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഉണ്ട് കോക്ടെയിൽ എന്ന് മാത്രമായിട്ട് അതിൻ്റെ തന്നെ ഒരു ഷോപ്പുണ്ട്. ഭയങ്കര തിരക്കാട്ടോ, അത് കുടിക്കാണ്ട് പോകരുത്, അത്ര ടേസ്റ്റാണ്. കോഴിക്കോടുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ എറണാകുളം അങ്ങനെ സ്ഥലങ്ങളിലൊന്നും ഇല്ല. അത് കണ്ണൂർ മാത്രമായിട്ടുള്ള ഒരു ഡിഷാണ്, ഒരു ഇതാണെന്ന് തോന്നുന്നു എനിക്ക്, കണ്ണൂർ മാത്രം കിട്ടുന്നത്. പിന്നെ ഈ 100 രൂപയ്ക്ക് കിട്ടുന്ന പൊറോട്ടയും ബീഫും. ഇപ്പോൾ ഒരു 2 മാസമൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഈ ഡയറ്റൊക്കെ എടുത്തു തുടങ്ങിയതിന് ശേഷം നമുക്ക് നോൺ വെജ് നിർബന്ധമല്ല. അതുകൊണ്ട് ഞാൻ ഇതും വാങ്ങും, പിന്നെ സെപ്പറേറ്റ് ബീഫും വാങ്ങും. അത് 100 രൂപയ്ക്ക് ഒരു പ്ലേറ്റ് ബീഫ് വാങ്ങിയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കും. പൊറോട്ട വയറിന് പിടിക്കുമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പൊറോട്ട കഴിക്കുന്നത്, അല്ലെങ്കിൽ അതും കഴിക്കില്ല, പേടിയാണ് എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെന്താ, പിന്നെ രസകരമായ കഥകൾ, സാഹസികമായ കഥകൾ. പിന്നെ വയനാട് പോയപ്പോൾ നമ്മളെങ്ങനെ പിന്നെ എൻ്റെ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഇങ്ങനെ നമ്മളെ കയറ്റി ഇരുത്തും ഒരിടത്തേക്ക്, ഒരു ചെയറിലേക്ക്. എന്നിട്ട് നമ്മളെ ഫുള്ളും വരിഞ്ഞും ബോഡിയൊക്കെ കെട്ടി വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് താഴേക്ക് അങ്ങ് വിടും. ഇത് ചെയറിലിരുത്തിയാണ് കൊണ്ടുപോയി വിടണത്. പൊങ്ങിപ്പോകുമ്പോൾ നമുക്ക് ശ്വാസമില്ലാത്ത മാതിരി, ഫുള്ളും നമ്മൾ എയറില്ലാത്ത പോലെ തോന്നും, ബലൂണ് മാതിരി തോന്നും നമ്മുടെ ബോഡി. അങ്ങനെ വയനാട് പോയപ്പം അതൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ വേറെ എവിടെയാണ് സ്ഥലമൊന്നും അറിയില്ല, ആർക്കെങ്കിലും അറിയാതെ മെൻഷൻ ചെയ്യണേ. വെറും നമ്മളെ കയറുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട്, വെറും കയറുകൊണ്ട്, ഒന്നും ഇരിക്കാനും സീറ്റൊന്നുമില്ല. ഇത് സീറ്റുണ്ട് ഇരിക്കാനായിട്ട്. മറ്റേ വെറും നമ്മളെ ദേഹത്തെന്തോ കയറുകൊണ്ട് ഫുള്ള് ചുറ്റിയിട്ട് വലിയ കുഴിക്കകത്തോട്ടാണ് വിടുന്നത്. എന്നുവെച്ചാൽ വയനാട്ടിലെ ചുരം പോലത്തെ കുഴിയില്ലേ, അങ്ങനത്തെ വലിയ കുഴിക്കകത്തോട്ട് വിടും. ഇട്ടിട്ട് പിന്നെ ഇവരിങ്ങ് വലിച്ചെടുക്കുക, അങ്ങനെ എന്തോ ആണ്. പക്ഷെ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല, എവിടെയാണെന്നും അറിയില്ല. ഞാൻ എവിടെയും കണ്ടു, പക്ഷേ ഓർമ്മയിലില്ല എവിടെയാണ് സ്ഥലമൊന്നും. എനിക്ക് തോന്നുന്നു വയനാടാണോ എവിടെയാണോ. അതൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ട്. ഗോവയിൽ പോയിട്ടൊന്ന് ആ കടൽ തീരത്ത് കിടക്കണമെന്നുണ്ട്. ചൂടാണെങ്കിൽ എനിക്കിഷ്ടമില്ല. ഗോവ എന്താ ക്ലൈമറ്റ് എന്നറിയില്ല. പിന്നെ തായ്ലൻഡ്, മലേഷ്യ, ഇവിടെയൊക്കെ പോകണമെന്നുണ്ട്, പോയി എൻജോയ് ചെയ്യണമെന്നുണ്ട്. നടക്കുമോ നടക്കില്ലെന്നൊന്നും അറിയില്ല. പിന്നെ ഒരാളെ അടിക്കണമെന്നുണ്ട്, ചെകിട നോക്കി ചറപറ അടിക്കണമെന്നുണ്ട്.
അതങ്ങ് ശ്രീലങ്കയിൽ പോകേണ്ടി വരും. ശ്രീലങ്കയിൽ പോയിട്ട് ചെക്കിട് നോക്കി മാറി മാറി ഒരാൾക്ക് അടി കൊടുക്കണമെന്നുണ്ട്. ഒരു ശ്രീലങ്കൻ കഥ. അയ്യോ. പിന്നെ അത് പിന്നെ എന്തായാലും നമുക്ക് കൊടുക്കാമല്ലോ അല്ലേ. പോട്ടെ. ഞാനെപ്പോഴും പറയുന്ന പോലെ തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ ദൈവം 100 ഇരട്ടിയായിട്ട് തിരിച്ച് കൊടുത്തിരിക്കും. അപ്പോൾ എല്ലാവരും തെറ്റ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.